കേരളത്തിലെ താമസക്കാരായ പാകിസ്ഥാനികളെ പുറത്താക്കാൻ നടപടിയെടുക്കാത്ത കേരള സർക്കാരിനെതിരെ ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 166 പേരെ കൊന്ന് കസബിനെ നേരിട്ട് പിടിച്ചിട്ടും അന്നത്തെ പ്രധാനമന്ത്രി നട്ടെല്ല് വളഞ്ഞു നിന്ന പ്രധാനമന്ത്രി പാകിസ്ഥാനോട് നേരിട്ടൊന്നും ചെയ്തില്ല. പാകിസ്ഥാനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്ന് പറയാൻ തയ്യാറായില്ല. പക്ഷെ പാകിസ്ഥാനിലെ അസിം മുനീർ, പാകിസ്ഥാനിലെ സർവ്വസൈനാധിപൻ അസിം മുനീർ ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ, അന്ന് ബോംബെയിലെ 166 പേരെ കൊന്ന സമയത്തെ പ്രധാനമന്ത്രി അല്ല ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അസിം മുനീർ എവിടെ പോയി വിളിച്ചാലും ശരി, അസിം മുനീർ എവിടെ പോയി വിളിച്ചാലും ശരി, അവന്റെ ഭാര്യ മക്കളെയൊക്കെ പറഞ്ഞയച്ചു ബ്രിട്ടനിലേക്ക്. എന്നിട്ട് ഇപ്പൊ അസിം മുനീർ ഇങ്ങനെ തപ്പി നടക്കുകയാണ്, ഒളിത്താവളങ്ങൾ തപ്പി നടക്കുക. നീ എവിടെ പോയി വിളിച്ചാലും ശരി, നിന്റെ മൂട്ടില് തീ കൊടുത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സംശയമൊന്നുമില്ല. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A.R. അജിഘോഷ്, സെക്രട്ടറി E.P. ഹരീഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, പ്രിൻഡു മഹാദേവൻ, സബീഷ് മരുതയൂർ, സജിനി മുരളി, റീസൻ ചിവിടൻ എന്നിവർ സംസാരിച്ചു. പഹൽഗാമിൽ ക്രൂരമായി നരഹത്യ നടത്തിയ പാകിസ്ഥാൻ തീവ്രവാദികളെ ദേശസ്നേഹികൾ ഒരേ സ്വരത്തിൽ അപലപിക്കുമ്പോൾ തീവ്രവാദികളുടെ കിരാത പ്രവൃത്തിക്ക് ന്യായീകരണം കണ്ടെത്തുകയാണ് കോൺഗ്രസും CPM-ഉം ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി.